ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറുതായിട്ട് അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 4-5 ഡിഗ്രിയൊക്കെയാണ്. ഊതുമ്പോഴേക്ക് ഇന്ന് കാറ്റൊക്കെ വരുന്നുണ്ട്. കാറ്റല്ല, പുക. അപ്പോൾ എനിവേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ എന്താ പറയുക, UK ഇമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട്. ഇവിടുന്ന് പ്ലാനുകൾ വളരെ കർശനമായിട്ട് അവർ മുന്നോട്ട് നീക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരത് ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് പ്ലാൻ ഇടുന്നതെന്നും അതിപ്പോൾ എങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഉണ്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലീഗൽ മൈഗ്രേഷനും ഉണ്ട്, രണ്ടാമത്തെ ഇല്ലീഗലായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ലീഗലിൻ്റെ കൂട്ടത്തിൽ വന്നവർ, അതായത് അവർ സ്റ്റുഡൻസിനാണെങ്കിലും കെയറേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നഴ്സസിനെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണെങ്കിൽ എല്ലാവരെയും അവർ ലീഗൽ മൈഗ്രേഷൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അതായത് അവരുടെ പെർമിഷനോട് കൂടി തന്നെ നമ്മൾ മൂവ് ചെയ്തതാണ്. അവർ തന്ന വിസയിൽ അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റികൾ തന്ന സ്റ്റേ ബാക്കിലും വിസയിലും വന്നവരാണ് നമ്മൾ ലീഗൽ മൈഗ്രേഷൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും തന്നെ. ഈ അടുത്ത കാറ്റഗറിയാണ് ഇല്ലീഗൽ മൈഗ്രേഷൻ. ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലീഗലായിട്ട് അതിർത്തി വഴി കടന്നു കൂടുന്നവർ, അതായത് ഇപ്പോൾ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴികളിലായിരിക്കും അവർ മിക്കവരും തന്നെ വരുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ട്, ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി കണ്ടുപിടിച്ച് ഇവിടെ വന്ന ആൾക്കാരെ കണ്ടുപിടിച്ച സാധാരണ ഇവിടെ അഭയാർത്ഥികളായിട്ട് ഇവർ കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവർക്ക് വീട് ജോലി എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ മനസ്സിലാക്കും ഇവിടെ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് കുറേ പേരുണ്ട്, അവരുടെ ആളുകളെ പോലെ ഈക്വലോ കൂടുതലോ ആയിട്ട് ഔട്ട്സൈഡേഴ്സ് വരുന്നത്. അത് അവരുടെ പ്രൈവസി ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറുമായിട്ട് നമ്മൾ യോജിച്ച് പോകുന്നില്ല. നമ്മൾ നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നു. എന്താ പറയുക, റോട്ടിൽ ശയന പ്രദക്ഷിണോ അമ്പലോ അങ്ങനെയുള്ള പല പരിപാടികൾ. ഞാനതിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ടല്ല പറയുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് അവരുടെ കൾച്ചറുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു രീതിക്കൊക്കെ അവർക്ക് തോന്നിയത് കൊണ്ടാകാം ഇപ്പോൾ ഇങ്ങനൊരു പെട്ടെന്നൊരു നടപടി ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സൊക്കെ അവരെടുത്ത് ഒരു പരിധി വരെ അത് ആപ്ലിക്കബിളായിട്ട് വരുന്നു എന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ജീവിക്കുന്ന ആളുകളെയും കൂടെ പറഞ്ഞു വിടാനായിട്ടുള്ള പ്ലാനിങ് ചെറുതായിട്ട് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടെയും അവിടെ ഇവിടെയൊക്കെ ചെറിയ മെഷേഴ്സ് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ആപ്ലിക്കബിളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ നിർത്തിലാക്കിയാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നോട്ടീസ് ചെയ്തെന്ന് എനിക്കിപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചത്ത് കിടന്ന് പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുക, ആ ടാക്സ് കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരിൽ പകുതി പേരുന്നതാണ്. ഇവർ കംപ്ലീറ്റായിട്ട് അധ്വാനിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ അധ്വാനിക്കുന്നവർ നന്നായിട്ട് അധ്വാനിക്കും. അല്ലാത്തവർ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു PR അല്ലെങ്കിൽ ILR എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നഴ്സിംഗ് പണിയൊക്കെ വിട്ട് ഞാൻ വേറെ വല്ല പണിക്ക് പോകുന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറയുമ്പം സെയിം ഐഡിയ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള വിഷനുള്ള പലരെയും ഞാൻ ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് വിടുന്നവരും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുന്നവരും അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കാത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഒരുപാടൊന്നും ജോലി ചെയ്യുന്ന എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ നിർത്തുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ഥലങ്ങൾ സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്ന പോലെ സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ കേരളത്തിലെ ബംഗാളികൾ വന്ന് അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്ന പോലെ അവർ പണി നിർത്തിയിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാനാണില്ല എന്നുള്ളൊരവസ്ഥ കേരളത്തിന് വരുമല്ലോ. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഏറെക്കുറെ ഇവിടെ നടക്കുന്നത്. നമ്മുടെ ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നതിൽ മുക്കാലും. അപ്പോൾ നമ്മളെ എടുക്കൽ നിർത്തുക അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിടുക ചെയ്തിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാനാളില്ലാത്തൊരവസ്ഥ വരും എന്ന് മുൻപോട്ട് പോകുമ്പോൾ ഇവർ മനസ്സിലാക്കുമായിരിക്കും. അതൊക്കെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ്. എനിവേ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും വീണ്ടും തുടങ്ങുമെന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സിനെ കൊണ്ടുവരുന്നുള്ളൊരു ന്യൂസൊന്നും ഇവിടെ കേൾക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റുകൾ ബാങ്ക് ഷിഫ്റ്റൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാനിന്ന് പോകുന്ന എക്സ്ട്രാ ഷിഫ്റ്റിനാണ് കേട്ടോ. നമ്മുടെ അവിടെ ഒരുപാട് സിക്ക് ലീവ് വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ് എനിക്കിടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി മുതലെടുത്ത് പോകാറുമുണ്ട്. തണുപ്പായതുകൊണ്ട് വീട്ടിലിരുന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഷിഫ്റ്റിന് പോകുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ്. ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വിഷൻ ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. കമൻറ്റ്സ് ആർ ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.